മുസ്ലിം നാമധാരികളോടും മുസ്ലിം നാമധേയം ആലേഖനം ചെയ്ത പൊതുവഴികളോടും വരെ അടങ്ങാത്ത പകവെച്ച് പുലർത്തുന്ന ഒരു കേന്ദ്ര സർക്കാർ. അതിനെയാണ് അപകടമായി കാണേണ്ടതും അതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നതും. ഒറ്റ കാരണമേ ഉള്ളൂ, കോൺഗ്രസ് ഇന്ത്യയെ സൃഷ്ടിച്ചെടുത്ത ഏറ്റവും വലിയൊരു മതേതര പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചും കോൺഗ്രസ് വലിയ രീതിയിൽ ഇടപെടുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെയും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത്. നേരത്തെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വൈകാതെ സുപ്രീം കോടതിയിൽ ഹർജി നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മോദി സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളെ, വ്യക്തമായി പറഞ്ഞാൽ മതേതരത്വത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ കോൺഗ്രസിന് ഇന്നും കഴിയുമെന്നും നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ജയറാം രമേശാണ് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞത്. 2019 വിവരാവകാശ നിയമത്തിലെ ഭേദഗതിയെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും ഇക്കാര്യം അറിയിച്ചത്. 2019 CAA നിയമത്തെയും അതുപോലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കത്തെയും ഒക്കെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. ഓരോ ഇന്ത്യക്കാരൻ്റെയും അവസാന ആശ്രയം സുപ്രീം കോടതി എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ പാസാക്കിയെടുക്കുന്ന ഏതു ബില്ലിലും ഏതു നിയമത്തിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് ഇന്നും കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുകയാണ്. ലോകസഭ കഴിഞ്ഞ ദിവസം പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയും കടന്നത് നമ്മൾ കണ്ടു. 11 മണിക്കൂറിലേറെ നീണ്ട ചർച്ചക്കൊടുവിലാണ് ആ ബില്ല് പാസാക്കിയെടുത്തത്. 128 വോട്ടും 95 വോട്ടും നേടിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അതിനെ പാസാക്കിയെടുക്കുന്ന രീതിയിലേക്ക് പോയത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ എല്ലാം വോട്ടിനിട്ട് തള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. NCP നേതാവ് ശരത് പവാറും അതുപോലെ JMM നേതാക്കളായ ഷിബു സോറൻ, മഹുവ മജ, തൃണമൂൽ കോൺഗ്രസിലെ സുബ്രതോ ബക്ഷി തുടങ്ങിയവർ ഹാജരായിരുന്നില്ലെങ്കിലും ഹാജരായിരുന്നവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്ന് നടത്തി. അതിനെ തുടർന്ന് കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ പ്രഗത്ഭരായ സുപ്രീം കോടതി അഭിഭാഷകർ ഈ വിവാദ ബില്ലിലെ വ്യവസ്ഥകൾ ഇഴകീറി പരിശോധിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കൊടുങ്കാറ്റായി മാറിയപ്പോൾ ചർച്ച വളരെയധികം ചൂടേറിയൊരു ചർച്ചയായി മാറി. സർക്കാർ പതറി യഥാർത്ഥത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. നിയമവിദഗ്ധർക്ക് മുന്നിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനും ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവും ആരോഗ്യമന്ത്രി നഡ്ഡയും നടത്തിയ പ്രതിരോധം ദുർബലമായി എന്നുള്ളതും നമുക്ക് ഇന്നലെ കണ്ടു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ്, RJD നേതാവ് സഞ്ജയ് ഝാ, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും JPC അംഗവുമായ സയ്യിദ് നസീർ ഹുസൈൻ, CPM-ലെ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നു. ഭരണപക്ഷം പ്രകോപിതരാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ട ഒരു നിയമമല്ല ഇത് എന്ന് പ്രതിപക്ഷം ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ BJP-ക്ക് പാസാക്കിയെടുക്കാൻ കഴിഞ്ഞു എങ്കിലും വലിയ രീതിയിൽ ഇപ്പോഴും അതിൻ്റെ പ്രതിഷേധം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവരുടെ ചരിത്ര ദൗത്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ചർച്ച നിരവധി തവണ ബഹളത്തിലും കലാശിക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയായാലും തട്ടിക്കൂട്ടി പാസാക്കിയെടുത്ത് അതൊരു നിയമമാക്കി ഒരു പകവിട്ടൽ രാഷ്ട്രീയത്തിന്റെ അവസരമുണ്ടാക്കിയത് മതേതര പാർട്ടി എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് വഖഫ് ബില്ലിലും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്.